നമസ്കാരം. ടാരോ ട്രൂ ലൈഫ് സ്റ്റോറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്. മെയ് മാസം എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിനി എന്നാണ് പറയേണ്ടത്. വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു വനിതയാണ് അവർ. ആദ്യം അവരൊരു സ്കൂൾ അധ്യാപികയായിരുന്നു. പിന്നെ കുടുംബത്തിന് വേണ്ടി, എസ്പെഷ്യലി മകൻ്റെ പഠിപ്പിന് വേണ്ടി അത് പോകാൻ പറ്റിയില്ല. ആ സമയത്ത് അവർ ഹീലിംഗ് പഠിച്ചു, വാസ്തു പഠിച്ചു, റെക്കി പഠിച്ചു, പിന്നെ ലൈഫ് കോച്ചാണ്. ഇപ്പോൾ ടാരോയും പഠിച്ച് ഇതിൻ്റെ ഇടയിൽ ടാരോയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഹാറ്റ്സ് വെയർ ചെയ്യുന്ന ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു വനിതയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അവരുടെ പേര് സംഗീത എന്നാണ്. വെൽക്കം സംഗീത മാം ടു ടാരോ ലൈഫ് സ്റ്റോറീസ്. താങ്ക് യു വെരി മച്ച് ഫോർ ബീങ്. താങ്ക് യു സർ. യെസ്. എങ്ങനെയാണ് മാം ഈ എന്താ പറയുക ഹീലിംഗ്, റെക്കി, വാസ്തു, ലൈഫ് കോച്ചിങ്, പിന്നെ ആക്സസ് ബാർ ഹീലിംഗ് പഠിച്ചു എന്ന് എന്നോട് ഒരിക്കൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കോഴ്സ് അതെ അതെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതെ. എങ്ങനെയാണ് ഈ ടാരോ എന്ന് പറയുന്നതിൽ വന്ന് പെട്ടത് എന്ന് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. എന്റെ തുടക്കം ടീച്ചർ ആയിരുന്നപ്പോ തന്നെ 2005 ഞാൻ റേക്കി ആയിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം ഇപ്പൊ റേക്കി മാസ്റ്റർ ആണ്. റേക്കി അറ്റ്യൂൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറെ ഹീലിംഗ് മൊഡാലിറ്റീസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ സമയം കിട്ടിയത് മകൻ മറ്റേ ഞാൻ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം ഈ വക ഒക്കൽ സയൻസിൽ എനിക്ക് പണ്ടേ താല്പര്യമാണ്. അപ്പൊ ഞാൻ ലോങ് ബാക്ക് ഒരു ഫോർച്യൂൺ ടെല്ലർ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് അസ്ട്രോളജി, നെക്സ്റ്റ് എന്റെ എക്സ്പെഡീഷൻ അസ്ട്രോളജിയാണ്. അപ്പൊ അതിനിടയിൽ ടാരോ എനിക്ക് ഒരു ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു യൂട്യൂബിൽ ഈ പ്രദീപ് ഹരിഹരൻ എന്ന് പറഞ്ഞ എന്റെ ഇപ്പോഴത്തെ ടാരോ ഗുരുവിന്റെ മാസ്റ്ററിന്റെ വീഡിയോ കണ്ടത്. പിന്നെ വിതിൻ നോ ടൈം ഞാൻ അതിലപ്പ തന്നെ ആ ബേസിക് കോഴ്സിൽ അങ്ങോട്ട് ചേർന്നു. പിന്നെയാണ് ആലോചിക്കണത്, ഞാൻ ചേർന്നു എന്നുള്ളത്. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ബേസിക് കോഴ്സ് കഴിഞ്ഞ് ഞാൻ അഡ്വാൻസിലേക്ക് തന്നെ മാറി. കാരണം എന്താന്ന് വെച്ചാല് എന്റെ ഇപ്പോഴത്തെ ഈ ലൈഫ് കോച്ച്, പ്രൊഫഷണൽ ഹീലർ, ഇതിലൊക്കെ വെച്ചിട്ട് ഈ ടാരോയും കൂടി, കാരണം അതിലെന്താ വെച്ചാൽ നമുക്ക് ടാരോ വെച്ചിട്ട് എന്തായാലും ഇതിനെ കണക്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ അത് പിന്നീടാണ് മനസ്സിലായത്. അത്രയും അതെനിക്ക് വേണ്ടതായിരുന്നു. താങ്ക് യു മാം. അപ്പോൾ മാം പറഞ്ഞത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ബേസിക്കലി മാമിന് ഫോർച്യൂൺ ടെല്ലിംഗ്, ഡിവിനേഷൻ, അതായത് ആളുകളെ എങ്ങനെ ഗൈഡ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് റെക്കി ഹീലിംഗ് പഠിച്ചു, പിന്നെ വാസ്തു പഠിച്ച് അതിന്റെ കൂടെ ഇങ്ങനെ വരുമ്പോൾ യാദൃശികമായിട്ട് ടാരോയിലേക്ക് വന്നു. അപ്പോൾ ഓറ എങ്ങനെ കണക്ട് ചെയ്യാൻ തോന്നി. അങ്ങനെ യാദൃശികമായിട്ട് സെർച്ച് ചെയ്ത് മാം വളരെ ക്വിക്ക് ലേണറാണ്. അത് വളരെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. മാം ഈ ടാരോ പഠിക്കാൻ വന്നിട്ട് ഉണ്ടായ ഒരു എന്തെങ്കിലും അനുഭവം ഉണ്ടോ പങ്കുവയ്ക്കാനായിട്ട് ആളുകൾക്ക്? അതെ, ടാരോ പഠിക്കാൻ വന്നിട്ട് സാറിന്റെ ബേസിക് കോഴ്സ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവരപ്പൊ തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാൻ അഡ്വാൻസ് കോഴ്സിലേക്ക് പോണേക്കാളും മുമ്പ് തന്നെ വായന തുടങ്ങി, ശരിക്കും പറയാം. അപ്പൊ അവർക്കാണ് വെച്ചാൽ നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റി. ടാരോന്റെ ഒരു രഹസ്യമാണ്, എന്നാലും പഠിപ്പിന്റെ രഹസ്യമാണ് വെച്ചാൽ ഞാൻ പറയണ എനിക്കൊരു കാർഡ് കിട്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്തപ്പോ ആ കാർഡ് കിട്ടിയപ്പോ അദ്ദേഹം വളരെ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇത് അത്രയും കറക്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആളുടെ റീഡിംഗ് ആയിരുന്നു. പിന്നെ എന്റെ നെവ്യൂന്റെ റീഡിങ് ഇതുപോലെ ചെയ്തിട്ട് അവനും അത്ഭുതപ്പെട്ടു. പിന്നെ ചിലരുടെയൊക്കെ രഹസ്യങ്ങൾ പുറത്തേക്ക് എടുത്തിടുകയാണ്. അതിനൊരു അപകടം ഉണ്ടല്ലേ ടാരോ വായനയില്? അതെ, അവരെന്നെ സ്റ്റണ്ടായിരിക്കുകയാണ്. പിന്നെ എന്താ വെച്ചാല് എന്റെ കയ്യിലത്തെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് എനിക്ക് അവർക്ക് റെമഡീസ് കൊടുക്കാനും സാധിക്കും. അതുകൊണ്ട് എനിക്ക് ഇത് ആവശ്യമാണെന്നുള്ളത് വളരെ അധികം മനസ്സിലായിട്ടുണ്ട്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചാൽ ടാരോ കാർഡ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് നല്ലതാണ്. അപ്പൊ എന്റെ മകൻ എനിക്ക് ഇതൊന്നും അറിയാതെ തന്നെ ഇന്നർ ചൈൽഡിന്റെ ഒരു കാർഡ് അവിടെ നിന്ന് വരണ സമയത്ത് കൊണ്ടുവന്നു. അതെനിക്ക് നല്ലോണം സിൻക്രോണിസിറ്റി ആയിരുന്നു. ഭയങ്കര യാദൃശികമായിട്ട് തോന്നി. ഭയങ്കര യാദൃശികമായിരുന്നു അത്. ആ കാർഡ് കിട്ടിയത്, കാർഡ് സെറ്റ് ഓഫ് കാർഡ്സ് കിട്ടിയത്, അതൊക്കെ എനിക്ക് ഇതിൽ വളരെ യൂസ്ഫുൾ ആണ് എന്റെ ഇപ്പോഴത്തെ ഈ ജേർണിയില്. ഗ്രേറ്റ് മാം. ടാരോയിലേക്ക് വന്നിട്ട് ഇപ്പൊ 3 മാസമാവുന്നു മാം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രോസ്പെരിറ്റിയോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ഉണ്ടായോ ഈ ടാരോയിലേക്ക് വന്ന ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ? എന്താണ് തോന്നുന്നത്? അതിലെന്താന്ന് വെച്ചാല് ഇപ്പൊ സാറ് ഞങ്ങളുടെ ഒരു ഇന്നർ സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് അഡ്വാൻസ് കോഴ്സിൽ. അപ്പൊ അതില് നമ്മള് എവറി ബിഗിനിങ് ഓഫ് എവറി മന്ത് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യും. 1 മന്തിലേക്ക് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യും. അത് സാർ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോ അത്രയും കൂടെ ആലോചിച്ചിട്ടല്ല ചെയ്യണേ വെച്ചാലും
ഇപ്പൊ ഞാൻ ജൂൺ മാസത്തിൽ ഞാൻ സെറ്റ് ചെയ്ത ഗോളിനെ പറ്റിയിട്ട് ജൂലൈയിൽ ആലോചിക്കുമ്പോൾ അത് വളരെ കറക്റ്റ് ആയിരുന്നു. അങ്ങനെ തന്നെയാ പോയിട്ട് ഞാൻ ഹെൽത്ത് ഗോളാ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഹാ ഹാ ഗ്രേറ്റ്. അതിനുശേഷം ഞാൻ നല്ലൊരു ഹെൽത്ത് പ്ലാൻ ചെയ്തിട്ട് അതില് എങ്ങനെയോ അത് യാദൃശ്ചികമായിട്ട് വന്നു. അത് യാദൃശ്ചികം എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ പ്ലാൻ ആണ് അതെന്നാണ് അതെ ഞാൻ അതെ. വിശ്വസിക്കുന്നത്. നമുക്ക് എങ്ങനെ യാദൃശ്ചികത തോന്നാണ്. ഇപ്പൊ ഈ മാസത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത് കരിയർ കണക്ട് ചെയ്തിട്ടുള്ള ഒരെണ്ണമായിരുന്നു. അപ്പൊ ആഹാ അതിന്റെ ഭാഗമായിട്ട് ഞാനൊരു നെക്സ്റ്റ് ഒരു വെഞ്ചർ എടുത്തിട്ടുണ്ട്. ഇപ്പൊ സാറിന് അറിയാം. അത് ആഹാ അതിനോട് മാം കണക്ട് പറയൂ. ചെയ്ത് വന്നത്. അത് പക്ഷെ ആളുകൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ അവർ പറയൂ. അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പ്രൊഫഷണൽ ഹീലറാണ്, ലൈഫ് കോച്ചാണ്. അപ്പൊ അതില് ആഹാ ഉള്ള ഒരു വളരെയധികം എന്റെ അടുത്തേക്ക് വരുന്ന ക്ലയൻസിന് ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു മെത്തേഡാണ് EFT എന്ന് പറയുന്നത്. EFT അതെ അതെ. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. യെസ് അപ്പൊ യെസ്. എന്റെ അതിലുള്ള മാസ്റ്റർ തന്നെ എപ്പോഴും, പിന്നെ എന്റെ ക്ലയൻസും ഫ്രണ്ട്സും മകനടക്കം എല്ലാവരും പറയുന്നത് ഇനി പഠിപ്പിച്ചു തുടങ്ങണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കോഴ്സ് അനൗൺസ് ചെയ്തു. EFTയുടെ ഒരു കോഴ്സ് അനൗൺസ് ചെയ്തു. അപ്പൊ ഈ August 3rd and 4th ആണ് ആ കോഴ്സ്. ആദ്യത്തെ ബാച്ച് അല്ല, അത് 2 ദിവസത്തെ ക്ലാസ് ആണോ? എങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത് മാം? 2 ദിവസത്തെ ക്ലാസ് ആണ്. എല്ലാ 2 ദിവസത്തെ വീക്കെൻഡ്സും ആണ് സൂം. പ്ലാൻ ചെയ്യുന്നല്ലേ മാം? എല്ലാ അല്ലല്ല, ഈ വീക്കെൻഡ്സും ഉണ്ടോ? ഓൺലി 2 days ആണ് ഈ കോഴ്സ് ഈ വെച്ചിരിക്കുന്നത്. കോഴ്സ് ഓക്കെ ഓക്കെ. വെരി ആ, ഗുഡ്. അപ്പോൾ ആ, EFT പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് EFT. തീർച്ചയായിട്ടും മാമിനെ കോൺടാക്ട് അതെ, ചെയ്യാം. ഒരു ഇമോഷണൽ ഗിഫ്റ്റഡ് ഫ്രീഡം ആയിട്ടുള്ള ടെക്നിക്. ഹീലറാണ് മാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കുറേ കാലങ്ങളായിട്ട് അതിലുണ്ട്. പിന്നെ നമ്മളൊരു കൈപുണ്യം എന്ന വാക്ക് എന്താ പറയുക ചേർത്ത് വായിക്കേണ്ട ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് പഠിക്കാനും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു ആർജവമുണ്ട്. അപ്പൊ മാം ഇതെല്ലാം അതെ. പഠിക്കുമ്പോൾ എന്തായിരുന്നു പഠിക്കാൻ ഏറ്റവും എളുപ്പമായിരുന്നത്? അതാണ് അറിയേണ്ടത്. ടാരോ അതോ റെക്കി അങ്ങനെയല്ല, ഇത് ആയിരുന്നോ? പഠിക്കുകയല്ല ചെയ്തത്, അതിലേക്ക് കൊണ്ടുപോകുന്ന ഐക്യപ്പെടുകയാണ് ചെയ്യണത്. അപ്പൊ അത് ആഹാ പറയാൻ പറ്റുന്നില്ല ശരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ എനിക്ക് പഠിക്കാൻ എന്റെ അമ്മ പണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നീ ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കും. ആ അനുഗ്രഹം കിട്ടിയില്ലേ? സർക്കാസ്റ്റിക് ആയിട്ടാ പറഞ്ഞത്, പക്ഷെ അതൊരു വരമായിട്ടാ നിക്കണേ ഇപ്പൊ. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ടാരോയിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഒരുപാട് പേരെ സഹായിക്കുന്നു. അതായത് ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്താ പറയുക നമ്മുടെ ഈ ഗോഡസ് ലക്ഷ്മി മാതിരി ഒരുപാട് കൈകൾ ഉള്ള മാതിരി ഒരുപാട് ഇതുണ്ട്. അപ്പോൾ മാം അതിനിടയിൽ നല്ലൊരു ടാരോ റീഡിങ് നടത്തുന്നുണ്ട്. തിരക്കാണ്, പക്ഷേ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് സംഗീത മാം. പിന്നെ മാം പറഞ്ഞ പോലെ ലൈഫ് കോച്ചിങ് വേണമെങ്കിൽ സെർട്ടൺലി യു ക്യാൻ കോൺടാക്ട് ഹർ. അത് ഞാൻ വൗച്ച് ചെയ്യുന്നു. ഷീസ് എൻ ഔട്ട്സ്റ്റാൻഡിങ് ലൈഫ് കോച്ച്. അപ്പോൾ താങ്ക് യു സംഗീത മാം ഫോർ ഷെയറിങ് യുവർ ലവ്ലി സ്റ്റോറി വിത്ത് ഓൾ ഓഫ് us. ഇത് കാണുന്ന എല്ലാവർക്കും താങ്കളുടെ കഥ വളരെ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അതായത് സാധാരണ എന്താ പറയുക, ഒരു മകൻ്റെ പഠിപ്പിന് വേണ്ടി നമ്മൾ ജോലി രാജിവെച്ചാൽ എല്ലാവരും മുഷിഞ്ഞ് വീട്ടിലിരിക്കാറാണ് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് കാര്യങ്ങൾ പഠിക്കുകയും അത് ഒരു പുതിയ എന്താ പറയുക ജീവിത മാർഗമാക്കുകയും ഒരുപാട് പേർക്ക് ഒരു റോൾ മോഡലാകുകയും ചെയ്യാൻ ഇനിയും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിയുടെ അനുഭവമായി വരുന്നവരെ ദിസ് ഈസ് സംഗീത ആൻഡ് പ്രദീപ് സൈനിങ് ഓഫ്. ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.